പൊമ്പിളൈ ഒരുമയുടെ സമരമുഖത്ത് തളർന്നു വീണവരുടെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ റിപ്പോർട്ടർ വാർത്താ സംഘത്തെ മൂന്നാർ ടാറ്റ ആശുപത്രി അധികൃതർ തടഞ്ഞു. ആശുപത്രിയുടെ ദുരവസ്ഥ പുറംലോകം അറിയാതിരിക്കാനായിരുന്നു നടപടി. നല്ല ഭക്ഷണവും മരുന്നോ തങ്ങൾക്ക് നൽകുന്നില്ലെന്ന് രോഗികൾ റിപ്പോർട്ടറോട് പറഞ്ഞു. മൂന്നാറിൽ പൊമ്പിളൈ ഒരുമയുടെ നിരാഹാര സമരത്തിനിടെ തളർന്നു വീണവരെ ടാറ്റ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. എന്നാൽ ഇവർക്ക് ആവശ്യമായ ചികിത്സയോ ഭക്ഷണമോ നൽകുന്നില്ലെന്ന വിവരത്തെ തുടർന്ന് റിപ്പോർട്ടർ വാർത്താ സംഘം ആശുപത്രിയിലെത്തി. എന്നാൽ ഡയറക്ടറും പോലീസും ചേർന്ന് റിപ്പോർട്ടർ സംഘത്തെ ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ നിന്ന് വിലക്കുകയായിരുന്നു. പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെ അകത്തു കടന്നപ്പോഴാണ് തടഞ്ഞതിന്റെ കാരണം വ്യക്തമായത്. ആശുപത്രി അധികൃതർ നൽകിയ വായിൽ വെക്കാൻ കൊള്ളാത്ത മോശം ഭക്ഷണം രോഗികൾ കഴിക്കാതെ മാറ്റിവെച്ചിരിക്കുന്നു. ചോര ഛർദ്ദിച്ചയാൾ ഉൾപ്പെടെ എല്ലാവർക്കുമുള്ള ചികിത്സ ഗ്ലൂക്കോസിൽ ഒതുക്കി. നിരവധി തവണ ഡോക്ടർമാരോട് പറഞ്ഞുവെങ്കിലും ചികിത്സിക്കാനോ പരിശോധിക്കാനോ തയ്യാറാകുന്നില്ലെന്ന് രോഗികൾ തന്നെ പറഞ്ഞു. ഇത്ര നേരമായി ഗ്ലൂക്കോസ് മാത്രമേ ഇറങ്ങിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഭക്ഷണം കഴിച്ചെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് എല്ലാവരും അഡ്മിറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ ഇവിടെ. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.